അഖില മിസ് ആണ്. സോ ആനുവൽ എക്സാമിന് വേണ്ടി ഇത് അടിപൊളിയായിട്ട് മക്കൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ബേസിക് സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, ഒരു ഭാഗം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. മിക്സ് ആൻഡ് സെപ്പറേറ്റ്, ചേർക്കാം പിരിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ളതായതുകൊണ്ട് തന്നെ എന്തായാലും ഒരു പ്രവർത്തനം, ഒരു ആക്ടിവിറ്റി ഇതിന്റെ അകത്തുനിന്ന് ഉറപ്പാണ് അല്ലെ. അപ്പൊ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ദാ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. സോ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മുടെ വീട്ടിൽ ഇതാ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദാ ഈ കാണുന്ന പോലെ ഗോതമ്പിൽ കുറച്ച് കല്ലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, വീട്ടിലുള്ള പാരന്റ്സ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹാൻഡ് പിക്കിംഗ് വഴി നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തെടുക്കാറുണ്ട് അല്ലെ. ഇനി അതല്ല വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ആയി, കുറച്ച് പൊട്ടറ്റോയും കുറച്ച് ടൊമാറ്റോയും ഒക്കെ മിക്സ് ആയി കിടക്കുവാന്ന് വിചാരിക്കുക. നമ്മൾ പച്ചക്കറി കടയിൽ പോയിട്ട് വന്നതാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അതെല്ലാം നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഹാൻഡ് പിക്ക് ചെയ്തിട്ട് അല്ലെ, ഹാൻഡ് പിക്കിങ്ങിലൂടെയാണ് നമ്മൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആണല്ലോ. എന്നാൽ ഇതേ മെത്തേഡ് എല്ലായ്പ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, യെസ്, നമ്മുടെ കയ്യിൽ മഡി വാട്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. കുറച്ച് മണലെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇതാ നന്നായിട്ട് ഇതേപോലെ മിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്കറിയാം അല്ലെ, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇതാ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഡീകാന്റേഷൻ ആണ്, അഥവാ തെളിയൂറ്റൽ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ, മിശ്രിതങ്ങളെ വേർതിരിക്കാനുള്ള വഴികളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ചെളി വെള്ളമാണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ കുറെ സമയം നമ്മൾ അതിനെ ഇങ്ങനെ അനങ്ങാതെ വെച്ചിരിക്കുകയാണ്, നമ്മളൊന്നും ചെയ്യാതെ, ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ ആ ഗ്ലാസ് ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മളെ വെയിറ്റുള്ള മണൽ തരികളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. അവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ കാണുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, സാൻഡിന്റെയും വാട്ടറിന്റെയും കൂടെ ഒരു മിക്സർ കുറെ സമയം നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാൻഡ് മാത്രം അടിയിലും മുകളിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മുകളിലുള്ള ലിക്വിഡിനെ മാത്രം, ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിലേക്ക് ഈ കാണുന്ന പോലെ വേറൊരു ബീക്കർ എടുത്തിട്ടോ അല്ലെങ്കിൽ വേറൊരു പാത്രം എടുത്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡീകാന്റേഷൻ അഥവാ തെളിയൂറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് വീട്ടിലൊക്കെ നമ്മൾ കിണറിൽ നിന്ന് വെള്ളമൊക്കെ കോരിക്കഴിഞ്ഞ് ആ വെള്ളത്തിൽ ഈ പറയുന്ന പോലെ മണൽത്തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. നമ്മൾ ചുമ്മാ വെച്ചിരിക്കും, എന്നിട്ട് മുകൾ ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ക്ലിയർ ലിക്വിഡ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. എന്നാൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത സമയത്ത് ചിലപ്പം എന്ത് ചെയ്യണമെന്നില്ല, പൂർണ്ണമായിട്ടും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ക്ലിയർ ആവണമെന്നില്ല അല്ലെ. വീണ്ടും അതിനകത്ത് മണൽത്തരികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ്, മറ്റൊരു മെത്തേഡാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ കുറെ ആളുകളെ കാണുന്നുണ്ട് അല്ലെ, ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ടോ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ടോ, ഇനി അതല്ലെങ്കിൽ ലാബിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട്, ഒരു സീവ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. യെസ്, ആ മെത്തേഡിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് വിളിക്കുന്നത്. അഥവാ മലയാളത്തിൽ നമുക്ക് അരിക്കൽ എന്ന് പറയാം അല്ലെ. ഇപ്പൊ വീട്ടിൽ നമ്മളൊരു ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മിക്കവാറും എന്തായിരിക്കും, ഡീകാന്റേഷൻ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മൾ എന്ത് ചെയ്യും, ആ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കപ്പിലേക്കൊക്കെ ഒഴിച്ചു വെച്ച് അടിയിൽ ചായ ഈ പറയുന്ന തേയില അവിടെ കിടക്കുന്നുണ്ടാവും, മുകളിലുള്ള ചായ നമ്മൾ കുടിക്കുകയും ചെയ്യും അല്ലെ. എന്നാൽ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചായ അരിച്ചെടുക്കാറില്ലേ. ഇതാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. വാർപ്പ് പണിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് അല്ലെ, മണൽ എന്ത് ചെയ്യുന്നത്, അരിച്ചെടുക്കുന്നത്. അവിടെയും നമ്മളൊരു സീവ് യൂസ് ചെയ്യുന്നത്, സീവിങ് അല്ലെങ്കിൽ ഫിൽട്രേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പുട്ടുപൊടിയൊക്കെ വീട്ടിൽ നമ്മൾ അരിച്ചെടുക്കാറുണ്ട്. യെസ്, അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഫിൽട്രേഷൻ തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മക്കൾ ഓർത്തു വയ്ക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാഷ്പീകരണം എന്താണ്, ഇവാപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ജലം ബാഷ്പമായി മാറുന്നു അല്ലെ. വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. ആ പേര് തന്നെ ഉണ്ട്, ബാഷ്പമായി മാറുന്നത്, വേപ്പർ ആയിട്ട് മാറുന്നത്. അപ്പൊ ഒരു ദ്രാവകം താപം സ്വീകരിച്ചിട്ട് എന്തായി മാറുന്നു, ബാഷ്പമായി മാറുന്ന പ്രക്രിയക്കാണ് അല്ലെ ഇവാപ്പറേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് അബ്സോർബ് ഹീറ്റ് ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നത്. വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണിത്. എന്നാൽ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കുകയും ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം, അത് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
അതിലുള്ള വാട്ടറൊക്കെ വാട്ടർ വേപ്പർ ആയിട്ട് മാറാൻ തുടങ്ങും, ജലമൊക്കെ ജലബാഷ്പമായിട്ട് മാറാൻ തുടങ്ങും. അതായത് ഇവാപൊറേഷൻ അല്ലെ, ബാഷ്പീകരണം അവിടെ നടക്കും. അങ്ങനെ നടക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് നമ്മുടെ പാനിൽ ആരെ മാത്രം കിട്ടും? സോൾട്ടിനെ മാത്രം കിട്ടും. അപ്പൊ സോൾട്ട് പാനിൽ നിന്ന്, വലിയ ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് മെത്തേഡ് വഴിയാണ് എന്നൊരു ക്വസ്റ്റ്യൻ വിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ എഴുതണം. ബാഷ്പീകരണം അഥവാ ഇവാപൊറേഷൻ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. ഇനിയിപ്പോ ഈ ഒരു കാര്യം കൂടെ നോക്കിയാൽ നിങ്ങൾ മാഗ്നറ്റ് അല്ലെ, കാന്തം ഉപയോഗിക്കുകയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണലും ഈ അയേൺ പൗഡറൊക്കെ നിറയെ കലർന്നിരിക്കുകയെന്ന് വിചാരിക്കുക. അയേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? യെസ്, കാന്തം അതിനെ അട്രാക്ട് ചെയ്യും അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കൾ, കാന്തിക വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് കാന്തം ഉപയോഗിച്ചിട്ട്, മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് അവനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ കാന്തിക എന്താണ് ആ കാന്തം ഉപയോഗിച്ചിട്ടുള്ള വേർതിരിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഡെയിലി ലൈഫിൽ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, കുറെ സന്ദർഭങ്ങളും അതിനുപയോഗിക്കുന്ന മാർഗങ്ങളുമാണ് ഇവിടെ ഒരു ടേബിളിൽ കൊടുത്തത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ടേബിളിലായിട്ട് കൊടുത്തതാണ്. ഈ ടേബിൾ അധികവും ഈ പറയുന്ന പോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. പല രീതിയിൽ, എല്ലാം വേണമെന്നില്ല, ഏതെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ മക്കൾ എല്ലാവരും കൃത്യമായിട്ട് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.